ഹായ്, അങ്ങനെ ഓണാവാറായി. എല്ലാവരും ഓണക്കോടിയുടെയും ഓണം ജ്വല്ലറിയുടെ ഒക്കെ പ്ലാനിങ് തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ ഇന്നിവിടെ ഓണം സീരീസ് ലോഞ്ച് ചെയ്യാൻ പോവാണ്. ആൻഡ് ഐ ബി ഗിവിംഗ് യു മൈ സജഷൻസ് ഫോർ ഓണം ജ്വല്ലറി, ഓണക്കോടി ആൻഡ് എവറിത്തിങ്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് സം ഓണം ജ്വല്ലറി. അപ്പോൾ ഇതാണ് ആദ്യം കാണിക്കാൻ പോകുന്നത്. ഇതൊരു ട്രഡീഷണൽ പാലക്ക ഹാരമാണ്. റെസിൻ കോട്ടഡ് പെൻഡൻ്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ എപ്പോഴും ഓണത്തിന് ഈ ട്രഡീഷണൽ ജ്വല്ലറി ഉപയോഗിക്കുമ്പം അതെപ്പോഴും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. നമ്മൾ നമ്മുടെ ആ ഒരു ട്രഡീഷനെ ക്യാരി ചെയ്യുകയാണ്. ആൻഡ് ഇയറിംഗ് എങ്ങനെയാണ് വരുന്നത്. ആൻഡ് ദിസ് വൺ ഇസ് ഫ്രം ഓറ ബൈ അനുശ്രീ. അടുത്തത് ഈ ഒരു ഹാരമാണ്. ദിസ് വൺ ഇസ് ഓൾസോ ഫ്രം ഓറ ബൈ അനുശ്രീ. ഇത് ലക്ഷ്മി ദേവിയുടെ ഒരു ട്രഡീഷണൽ ഹാരമാണ്. യു ക്യാൻ ഹാവ് എ ക്ലോസർ ലുക്ക് ഓഫ് ദ ഹാരം. ഈ ലക്ഷ്മി ദേവിയുടെ ഒക്കെ എന്ത് ഡീറ്റെയിലിംഗ് ആണ്. അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് കാവൽക്കാരും ഒക്കെ ഉണ്ട്. ആൻഡ് പേൾ ആൻഡ് ഗോൾഡൻ ഡ്രോപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിന്റെ ജുംകാസ് വരുന്നത്. ലക്ഷ്മി ദേവിയുടെ തന്നെ ഒരു രൂപമാണ് ജുംകാസിലും. പിന്നെ ഈ ഒരു ബാംഗിളും ഉണ്ട്. ഇത് അഗൈൻ ഒരു ട്രഡീഷണൽ ഒരു മാറ്റ് ഫിനിഷ് വരുന്നൊരു ബാംഗിളാണ് ഫ്രം ഓറ ബൈ അനുശ്രീ. നിങ്ങൾക്ക് കുറെ കുപ്പിവെള്ളകളുടെ ഒക്കെ ഇടയ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട്. പെയർ ഇറ്റ് അപ്പ് വിത്ത് യുവർ സാരി ഓർ ഹാഫ് സാരി ഓർ എനിത്തിങ് ആൻഡ് സ്റ്റാൻഡ് ഔട്ട്.